guys, it's Nance and welcome back. I am sick. പനിയാണ്. ഒരു ലാസ്റ്റ് വീക്ക് തുടങ്ങിയതാണ്. ഇടയ്ക്ക് രാത്രി പനിക്കും, പിന്നെ ഓക്കെ ആവും. അങ്ങനെ ഞാൻ 2 ദിവസം ഞാൻ ജിമ്മിലൊന്നും പോയില്ല. പിന്നെ പനിയൊന്ന് മാറിയപ്പോൾ പിന്നെയും ജിമ്മിൽ പോയി, പിന്നെയും പനിയായി. പിന്നെ ഞാൻ രാത്രി തുടങ്ങിയ പനിയാണ്, ഇപ്പോഴും ശരിയായിട്ടില്ല. ഭയങ്കര തലവേദന, ബോഡി പെയിൻ ഒക്കെ ഉണ്ട്. ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര പനിയായിരുന്നു. സോ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കണേ വയ്യെങ്കിൽ പോയി കിടന്നൂടെ, വൈ യു ടേക്കിംഗ് വീഡിയോ? ആക്ച്വലി റിയലി സിക്ക്. അപ്പോൾ ലാസ്റ്റ് വീക്ക് ഐ ഡിസൈഡഡ് ടു ടേക്ക് എ വീക്ക് ഇൻ മൈ ലൈഫ്. ഈ വീക്ക് എന്തൊക്കെ നടക്കും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എനിവേ ഡെയിലി ഐ ടേക്ക് സം ക്ലിപ്സ് എനിക്ക് എടുക്കാൻ തോന്നുന്നത്, ആൻഡ് അതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചൊരു വീഡിയോ ആക്കും. അതിന് മുന്നേ ഒരു വീക്ക് ഇൻ മൈ ലൈഫ് കൊണ്ടെടുത്തിട്ടുണ്ട്. ദിസ് വിൽ ബി മൈ സെക്കൻഡ് വീക്ക് ഇൻ മൈ ലൈഫ് വീഡിയോ. ഇന്ന് തിങ്കളാഴ്ചയാണ് ആൻഡ് നൗ ടൈം ഇസ് ഐ തിങ്ക് ഓൾമോസ്റ്റ് 6 hours വൈകുന്നേരം. ഇത്രയും നേരം കിടക്കുമായിരുന്നു, എനിക്ക് ഒട്ടും കഴിഞ്ഞില്ലായിരുന്നു. ഞാൻ കഞ്ഞിയൊക്കെ ഓർഡർ ചെയ്തു ഉച്ചയ്ക്ക്, പക്ഷെ കഴിക്കാൻ കഴിഞ്ഞില്ല, മതിയാക്കി. ഇങ്ങനെ ബെഡിൽ തന്നെ കിടന്നിട്ട് ഒരുമാതിരി. അപ്പോൾ ഞാൻ ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ച് എണീച്ചതാണ്. ഞാൻ വീഡിയോ എടുക്കുന്നില്ലാന്ന് ഇടയ്ക്ക് വിചാരിച്ചു. ഞാൻ അങ്ങനെ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ഇതിങ്ങനെ നീങ്ങിപ്പോവും. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. ആൻഡ് ഇന്നൊന്ന് തുടങ്ങിയില്ലെങ്കിൽ ഞാൻ ഈ ആഴ്ചയും വീഡിയോ എടുക്കൂല. ഇന്നലത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറേ ബെറ്റർ ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ. അതാ പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചത്. എനിക്കൊന്നു കഫം നിറഞ്ഞിട്ടുണ്ട്, ഇവിടെയൊക്കെ വേദനിക്കുന്നു. ഓക്കെ, ലെറ്റ് മീ ഗോ ആൻഡ് ടേക്ക് എ ബാത്ത്. ബൈ. ഒരു പുതിയ ന്യൂസ് കൂടെ ഉണ്ട്. ഞാൻ ഇപ്പോൾ മേലെഴുകാൻ പോയപ്പോൾ ഞാൻ പീരീഡ്സ് ആയതറിഞ്ഞു. എനിക്കല്ലെങ്കിൽ എല്ലാം ഒരുമിച്ചേ വരൂ. വ്ളോഗ് എടുക്കുന്നത് നിർത്തിയാലോ? മൊത്തത്തിലൊരു സിക്ക് വീക്ക് ആവുമെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ ഞാൻ വോക്കിന് പോക്കുണ്ടാവില്ല. സെക്കൻഡ് ഡേ പീരീഡ്സ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കൂടെ തൊണ്ടവേദനയും പനിയും തലവേദനയും ബോഡി പെയിൻ. മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടാം എന്ന് വിചാരിച്ചു. പനി വരുമ്പോൾ മുടി കൊഴിച്ചിൽ കുറച്ച് കൂടുതലാണല്ലോ. ഒതുക്കി കെട്ടിയില്ലെങ്കിൽ ഇനി കുറേ മുടി പോവും. എനിക്ക് എന്തൊക്കെയോ ആവുന്നുണ്ട്. തലവേദനയോ തല അറക്കം പോലെ എന്തൊക്കെയോ ആവുന്നുണ്ട്. കുറച്ചു നേരം കിടക്കട്ടെ. ഫുഡ് എടുത്തു, കൂടെ കുറച്ച് ചൂടുവെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. എന്തോ ഒരു ക്യാബേജ് തോരൻ എന്തോ ഉണ്ട്, ദാളുണ്ട്, 2 ചപ്പാത്തി. ഒരു ടേസ്റ്റും തോന്നുന്നില്ല. ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തിരുന്നു അർജുനായിട്ട്, ഒരു ഡാൻസും പിന്നെ അല്ലാതൊരു വീഡിയോ, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ. എല്ലാം മൂഞ്ചി. പീരീഡ്സ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഡാൻസൊന്നും നടക്കൂല. ഇനിയിപ്പോൾ വീക്കെൻഡ് എന്തെങ്കിലും നോക്കണം. വീക്കെൻഡൊക്കെ ആകുമ്പോഴേക്കും ഫുൾ റെഡിയാവുമെന്ന് വിചാരിക്കുന്നു. ഈ തൊണ്ടവേദന പറ്റില്ല. ചൂടുവെള്ളം കുടിക്കുമ്പോൾ തൊണ്ടയ്ക്കൊരു സുഖമുണ്ട്. ആക്ച്വലി എനിക്ക് ഗാർഗിൾ ചെയ്യാൻ അറിയില്ല. എനിക്ക് ചെറുപ്പം മുതലേ ആ സാധനം അറിയില്ല. അതുകൊണ്ട് എങ്ങനെയും കഴിക്കട്ടെ. വീഡിയോ എടുക്കാൻ കൂടെ പോകാണല്ലോ. മെഡിസിൻ കൂടെ കഴിച്ച് ഞാൻ ഉറങ്ങാൻ പോവാണ്. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ്. ആക്ച്വലി ഗുഡ് മോർണിംഗ് ഒന്നുമല്ല, ഇറ്റ്സ് ഓൾമോസ്റ്റ് 11:45. ഞാൻ അപ്പോൾ കുറച്ച് നേരമായിട്ടുള്ളൂ എണീച്ചിട്ട്. എനിക്കാണെങ്കിൽ ഭയങ്കര ക്രേവിങ്സ്. ഞാനിപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ ജങ്കൊന്നും കഴിക്കാറില്ല. ചിലവർ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ അവർ ഭയങ്കര സൈഡായിട്ട് ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കില്ലേ. ഞാനങ്ങനെ ഭയങ്കര കഴിക്കുന്നതല്ല, പക്ഷെ എനിക്കിങ്ങനെ
എപ്പോഴും കഴിക്കാത്തത് കഴിക്കാൻ തോന്നും. എണീച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ ചൈനീസ് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നൊരു ഫീല്. ഞാനിങ്ങനെ ചുമ്മാ നോക്കിയപ്പോൾ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, എൻ്റെ റൂംമേറ്റ് ഗൗരി കാണിച്ചു തന്നെയാണ് കേട്ടോ. മീസോ ചൈനീസ് റെസ്റ്റോറൻറ്റ്. ഞങ്ങളൊരു പ്രാവശ്യം അവിടെ നിന്ന് ഒരു സൂപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് അത് അടിപൊളിയായിരുന്നു. അതിൽ ഞാൻ ചോപ്സി കണ്ട്, ചിക്കൻ ചൈനീസ് ചോപ്സി. അത് കഴിക്കാനൊരു തോന്നൽ. അപ്പോൾ ഞാൻ അത് ഓർഡർ ചെയ്തു. ഞാനത് കഴിക്കുമെന്ന് കൂടെ എനിക്കറിയില്ല. ബിക്കോസ് എനിക്ക് ടേസ്റ്റ് ഒന്നും അത്ര ഇല്ല. പിന്നെ തൊണ്ടയൊക്കെ കുറച്ച് സീനാണ്. എന്നാലും എനിക്ക് എന്തോ ഭയങ്കര ക്രേവിങ്സ് ചൈനീസ് കഴിക്കാൻ. നന്നാവുമല്ലോ ഒന്നും അറിയില്ല. ഞാൻ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്താൽ ഫ്ലോപ്പ് ആവാറുണ്ട്. ലെറ്റ്സ് സീ. ഭയങ്കര ചൂടുണ്ട് തോന്നുന്നു. ലെറ്റ്സ് മിക്സ്. ഫുഡ് വരാൻ ഇനിയും ഒരു 15-20 മിനിറ്റ്സ് ഒക്കെ ആവും. ആൻഡ് എനിക്ക് മെൻസ്ട്രൽ കപ്പ് ശരിക്കും ട്രൈ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്തോ ഉള്ളിൻ്റെ ഉള്ളിലെന്തോ പേടിയാണ്. സോ ഇഫ് there's anyone watching this video have used മെൻസ്ട്രൽ കപ്പ് ഓർ പാഡൊക്കെ കളഞ്ഞ് മെൻസ്ട്രൽ കപ്പ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ആയിട്ട് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു ടെക്സ്റ്റ് മീ, ലൈക്ക് കമൻറ്റ് ഓർ പേഴ്സണലി മെസ്സേജ് ചെയ്യുക എന്തെങ്കിലും. ലൈക്ക് ഐ റിയലി വോണ്ട് ടു ടോക്ക്. ലൈക്ക് എൻ്റെ 1-2 ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് എന്നാലൊരു ഇതാണ്. കുറേ പേര് പറയുന്നുണ്ട് ഇറ്റ്സ് റിയലി ഈസി. ഫ്ലോപ്പ് ആയിട്ടില്ല. ഇറ്റ്സ് ഗുഡ്. ഞാൻ എന്തെങ്കിലും സിനിമ എന്തെങ്കിലും കണ്ടിട്ട് ചോദിക്കട്ടെ. ബൈ. ഹായ് ഗായ്സ്. യെസ്റ്റർഡേ നൈറ്റ് എനിക്ക് ഭയങ്കര ബെറ്ററായി തോന്നിയിട്ട് ഐ വെൻ്റ് ഔട്ട് ടു ഡ്രിങ്ക് എ ടീ. ഒരു ജിഞ്ചർ ടീ കുടിച്ചു. കുറച്ച് നേരം ഫ്രണ്ട്സായി സംസാരിച്ചിരുന്നു. ഇപ്പം സൗണ്ടില്ല, ചുമ കൂടി, തൊണ്ടവേദന ഓക്കെ ലൈക്ക് ഐ റിയലി ഫെൽറ്റ് ബെറ്റർ. ഞാൻ റൂമിൽ ഇങ്ങനെ 2 ദിവസമായിട്ട് റൂമിൽ തന്നെ ഇങ്ങനെ ഇരിക്കല്ലേ. ദിസ് ഈസ് എ സിക്ക് വീക്ക് ഇൻ മൈ ലൈഫ്. ടൈറ്റിൽ മാറ്റാൻ പോയത്. I actually thought of going for work today. അപ്പോൾ പക്ഷെ രാവിലെ എണീച്ചപ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയും ഇതുപോലെ സൗണ്ടും ഒക്കെ മൊത്തത്തിൽ കഴിയാത്തൊരവസ്ഥ. ദെൻ ഐ ടെക്സ്റ്റഡ് മൈ കോർഡിനേറ്റർ, ഇങ്ങനെ ലീവാണ്. എൻ്റെ ഇൻറ്റേൺഷിപ്പ് കഴിയാറായി. ആൻഡ് കഴിയാറാകുന്ന സമയത്ത് ഞാൻ കുറച്ച് ഓവർ ലീവ് എടുക്കുന്നു. പണ്ട് കുറേ ലീവ് എടുത്ത് കൂട്ടിയതൊക്കെ ഉണ്ട് എക്സ്റ്റൻഷൻ ചെയ്യാൻ. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പം ലാസ്റ്റായിട്ട് ഒരു അസുഖം വന്ന്. അയ്യോ, എനിക്കിങ്ങനെ സംസാരിക്കാൻ കഴിയുന്നില്ല. ഒരു പാർസൽ വന്നിട്ടുണ്ട്. ആൻഡ് അത് ആക്ച്വലി ഇന്നലെ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു പാർസൽ വന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഗൈസ്, എൻ്റെ 2 കിലോ കുറഞ്ഞു. 2 കിലോ പോയി. 2 ദിവസം പനി വന്നാൽ 2 കിലോ പോവും. അയ്യെങ്കിലും ഇടയ്ക്ക് നമുക്ക് മിററൊക്കെ നോക്കാം. ഓക്കെ, വെരി കൂറക്കോലം. ഓക്കെ, കൊറിയർ എന്താന്ന് പോയി നോക്കാം. കുറച്ച് ചൂടുവെള്ളം കൂടെ എടുക്കാം. അതാവളി തന്നെ ഷോൾ, ടോപ്പ്, ഇതെല്ലാം കറക്റ്റ് ആയിരിക്കുമോടെ? ലൂസാകുന്ന പോലെ ഫീൽ ഉണ്ടല്ലോ. ലൂസായിരിക്കും. സ്കേർട്ട്
ഒക്കെ ഒന്ന് ട്രയൽ ചെയ്യണം. ഞാൻ ആ ധാവണി ഇട്ട് നോക്കി. ഫുൾ ലൂസ് സ്കേർട്ട്, വേസ്റ്റ് ഫുൾ ലൂസ്, ടോപ്പ് ലൂസ്. ഇനിയിപ്പോൾ എല്ലാം ഓൾട്ടർ ചെയ്യണം. ഗോയിങ് ഫോർ വർക്ക്. പക്ഷേ ഈ കഴിയുന്നില്ല, ഭയങ്കര ചുമയായി. പോവന്നെ വയ്യാത്ത പോലെ ഉണ്ട്, തലയൊക്കെ വേനിക്കും. നൻസ് നായർ ഇപ്പോൾ ചാവാൻ കിടക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നൻസ് നായർ ചാവും. ഞാൻ എന്തായാലും ഡോക്ടറിനെ കാണിക്കാൻ വിചാരിച്ചു, കാരണം നല്ല തലവേദന ഉണ്ട്. കാണിച്ചു. ഡെങ്കു ആണോ എന്നൊക്കെ ഇപ്പോൾ പറയണേ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറയണ. എനിക്കൊന്ന് തീരുമാനിക്കണം. എനിക്ക് തോന്നണമെന്നല്ല എനിക്ക് ഡെങ്കു ആണ്. ടെസ്റ്റ് ചെയ്ത് നോക്കിക്കൂടെ? എനിക്കിപ്പോൾ ഒരു ഡെങ്കു കഴിഞ്ഞിട്ടുള്ള ജൂലൈയിൽ എന്ത് ഡെങ്കു പറഞ്ഞപ്പോൾ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ടെസ്റ്റ് ചെയ്യണോ വേണ്ടയോ. എന്താ വെറുതെ സൗണ്ട് ഇപ്പോഴും ശരിയായിട്ടില്ല, കുറച്ച് ചുമയുണ്ട്. ബാക്കിയൊക്കെ ഓക്കെ ആയി. ഐ ഹാവ് എ ഷൂട്ട് ടുഡേ. ഇറ്റ്സ് എ ട്രയൽ ഷൂട്ട്. അജിയോലിൻ്റെ ആണ്. അജിയോൻ്റെ സ്റ്റുഡിയോയ്ക്ക് പോകണം. അത് ബന്നേർഘട്ട റോഡിലാണ്, IBC നോളജ് പാർക്ക്. അതിൻ്റെ ഉള്ളിലാണ് അജിയോൻ്റെ സ്റ്റുഡിയോ വരുന്നത്. 2 മണിക്ക് അവിടെ എത്താനാണ് പറഞ്ഞത്. നൗ ഇറ്റ്സ് ഓൾമോസ്റ്റ് 12:30. എനിക്കിപ്പോൾ ക്യാബ് ബുക്ക് ചെയ്ത് പോകണം. എനിക്കിവിടുന്ന് അങ്ങോട്ടൊരു മോർ ദാൻ 1 hour ഉണ്ട്. ഞാനിവിടെ എത്തി. ഇപ്പം എവിടെയാണ് എൻ്റെ സ്റ്റുഡിയോ എന്നൊന്ന് കണ്ടെത്തണം. ഡൺ ഫോർ ദ ഡേ. എനിക്ക് സൗണ്ടേ ഇല്ല. 2ത്തിൻ്റെയും ട്രയൽ ഷൂട്ട് കഴിഞ്ഞു. അപ്പം ശരി, ഇനി എന്തെങ്കിലും കഴിക്കണം, ഉറങ്ങണം. നല്ല തലവേദന. ഓക്കെ, ബൈ. എൻ്റെ സൗണ്ട് മൊത്തത്തിൽ പോയിരിക്കുക. അതുകൊണ്ട് ഞാൻ ഇനി ഒന്നും സംസാരിക്കുന്നില്ല. നമുക്ക് മ്യൂസിക് ഇടാം.
ഗൗരി എങ്ങനെയുണ്ട് പടം? നൈസല്ലേ? സൂപ്പർ പടം, ഒന്നും പറയാനില്ല. വേറെ ചേർക്കം വരുന്നു. മൂവി ഫ്ലോപ്പ് ആയിരുന്നു, എനിക്കിഷ്ടമില്ല. കണ്ണ് തുറന്നുറങ്ങി അല്ലേ? പൊന്മാൻ. ഡാനിഷ് മീശയും താടിയും വളച്ചു പിടിച്ച് പഠിച്ചു. മീശയൊന്നും അടിയില്ല, കുറച്ച് രോമണ്ടായത് എടുത്തിട്ടുണ്ട്. അതൊന്നും ഇടരുത്. ഞാൻ ഇടും.